പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. തന്നെ കേസിൽ കുടുക്കുകയും അപമാനിക്കുകയും ചെയ്ത നീതയോടും അതിന് കൂട്ടുനിന്ന വേദയോടും എങ്ങനെയെങ്കിലും പകരം വീട്ടണം എന്ന ചിന്ത മാത്രമാണ് ഇപ്പോൾ MLA വാസവന്റെ മകനായ വരുണിനുള്ളത്. രോഷം കൊണ്ട് വിറക്കുന്ന വരുൺ MLA വാസവന്റെ മുന്നിൽ വെച്ച് തന്റെ പ്രതികാരത്തിനുള്ള നീക്കങ്ങൾ വെളിപ്പെടുത്തി. എന്നാൽ കുതന്ത്രങ്ങളുടെ ആശാനായ വാസവൻ വരുണിനെ തടഞ്ഞു. ഇപ്പോൾ ചാടി ഒന്നും ചെയ്യരുത് എന്നും അതിന് പറ്റിയ സമയം ഇതല്ല എന്നും അദ്ദേഹം വരുണിനെ ഉപദേശിച്ചു. വിക്രം ഇപ്പോൾ ശബരിമലയിലേക്ക് പോവാൻ മാറിയിട്ടിരിക്കുകയാണ്. സ്വാമി അയ്യപ്പന്റെ വ്രതത്തിലായതുകൊണ്ട് തന്നെ വിക്രമിന് ആക്രമണങ്ങൾ ഇടപെടാൻ പരിമിതികളുണ്ട്. അവൻ മലക്ക് പോയി തിരിച്ചു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം, വാസവൻ മകനെ നിർദ്ദേശിച്ചു. ആ സമയത്തിനുള്ളിൽ തന്നെ വേദയെ ഇല്ലാതാക്കാനാണ് അവരുടെ പദ്ധതി. അവൻ തിരിച്ചു വരുമ്പോഴേക്കും വേദ ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല എന്ന് ക്രൂരമായ സത്യം വാസവൻ വരുണിനെ ഓർമ്മിപ്പിച്ചു. എന്നാൽ അത്രയും നാൾ കാത്തിരിക്കാനൊന്നും വരുണിന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇത്രയും നാൾ ക്ഷമിച്ചതുപോലെയല്ല അച്ഛാ കാര്യങ്ങൾ, എനിക്കിനിയും കാത്തിരിക്കാൻ വയ്യ, വരുൺ വാസവനോട് തർക്കിച്ചു. വേദയെയും വിക്രമിനെയും തകർക്കുക എന്ന് അവന്റെ ജീവിതാഭിലാഷമായി മാറിയിരിക്കുന്നു. ഇത്രയും നാൾ താൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യവും പ്രതികാരവും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തന്നെ തകർത്തത് വിക്രമാണെന്ന് വരുൺ വിശ്വസിക്കുന്നു. എന്നാൽ വാസവൻ അവനെ സമാധാനിപ്പിക്കുന്നു. വേദയുടെ മനസ്സ് മാറ്റിയെടുക്കുക എന്നത് മാത്രമാണ് ആദ്യത്തെ പടിയെന്നും എങ്കിൽ മാത്രമേ വിചാരിച്ചതുപോലെ ഫലം കിട്ടുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞുകൊടുത്തു. ദീപ്തിയുടെ ചേച്ചിയായ വേദക്കൊരു മുട്ടം പണി കൊടുക്കണമെന്നും അതിനായി ഒരല്പം കൂടെ ക്ഷമിക്കണമെന്നും വാസവൻ മകനെ ഉപദേശിച്ചു. പക്ഷേ വരുൺ അതൊന്നും ചെവികൊണ്ടില്ല. എങ്ങനെയെങ്കിലും ഞാൻ അവളെ പൊക്കുമെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. വെറുതെ അങ്ങ് കൊന്നുകളയുകയല്ല അവന്റെ ലക്ഷ്യം. വിക്രമിന്റെയും നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേദയെ നാണം കെടുത്തണം. പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത വിധം അവളെങ്ങ് അപമാനിക്കണം. അതാണ് അവൾക്ക് നൽകാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് വരുൺ മനസ്സിൽ കണക്ക് കൂട്ടി. അതേസമയം വിക്രമും വേദയും ക്ഷേത്ര ദർശനം നടത്തുകയാണ്. ശാന്തമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴും വേദയുടെ മനസ്സ് വരാനിരിക്കുന്ന കോടതി വിധിയെക്കുറിച്ചുള്ള ആശങ്കയിലാണ്. നാളെയാണ് ശ്രീകാര്യ ശ്രീനിവാസന്റെ കേസിന്റെ വാദം നടക്കുന്നത്. നിങ്ങൾ കോടതിയിലേക്ക് വരുന്നുണ്ടോ? വേദ വിക്രമിനോട് ചോദിച്ചു. ശ്രീനിവാസൻ സാറിന്റെ കൂടെ താനും ഉണ്ടാകുമെന്ന് വിക്രം ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ വേദ വിക്രമിനെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നാളെ കോടതിയിൽ വെച്ച് ശ്രീകാര്യ ശ്രീനിവാസനെ കുറിച്ചുള്ള പല സത്യങ്ങളും പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിലുള്ള വിക്രമിന്റെ വിശ്വാസം തകർന്നു പോകുമെന്ന് വേദ മുന്നറിയിപ്പ് നൽകി. ഇത് കേട്ട് വിക്രം അസ്വസ്ഥനായി. ശ്രീനിവാസൻ സാർ ഒരിക്കലും കുറ്റക്കാരനാകില്ല എന്നും പണവും സ്വാധീനവും ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊടുക്കാൻ നോക്കുന്നവരുടെ മുന്നിൽ വേദ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും വിക്രം തർക്കിച്ചു. വേദയ്ക്ക് വേണ്ടി മാത്രമേ താൻ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. ഈ കേസിൽ നീ തോൽക്കും വേദ. വിക്രം തന്റെ നിലപാട് വ്യക്തമാക്കി. എന്നാൽ നമുക്ക് നോക്കാമെന്ന് ആത്മവിശ്വാസത്തോടെ വേദ ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു. ഇതേ സമയത്ത് തന്നെ വരുൺ തന്റെ അടുത്ത നീക്കം നടത്തുന്നത് ദീപ്തിയിലൂടെയാണ്. വേദയുടെ അനിയത്തി ദീപ്തിയിലൂടെ ആയിരിക്കും. അവൻ ദീപ്തിയെ ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും ദേഷ്യം കാരണം അവൾ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ വരുൺ അത് വിടുന്നില്ല. അവൻ അവൾക്കൊരു വോയിസ് മെസ്സേജ് അയക്കുന്നു. നീ എന്നെ വിട്ടുപോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, എനിക്ക് നിന്നെ വേണമെന്ന് തുടങ്ങുന്ന ആ ഒരു വോയിസ് മെസ്സേജ് കേട്ടതോടുകൂടെ തന്നെ ദീപ്തി ആകെ വല്ലാതായി. താൻ നിരപരാധിയാണ് എന്നും തന്റെ ചേച്ചിയും ഭർത്താവും ചേർന്ന് തന്നെ ചതിക്കുമായിരുന്നു എന്നും വരുൺ ദീപ്തിയോട് കള്ളം പറഞ്ഞു. താൻ മരിച്ച അതിന്റെ ഉത്തരവാദിത്തം അവർക്കായിരിക്കുമെന്നും ദീപ്തി ഫോൺ എടുത്തില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊടുത്തിനെ വരുൺ ദീപ്തിയെ ഭീഷണിപ്പെടുത്തി. ഇത് കേട്ട് ഭയന്ന് വിറച്ച് ദീപ്തി ഒടുവിൽ വരുണിന്റെ ഫോൺ എടുത്തു. താൻ നേരിട്ട് കണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെ കള്ളമാവുമെന്ന് ദീപ്തി ചോദിച്ചുവെങ്കിലും വരുൺ തന്റെ അഭിനയം തുടർന്നുകൊണ്ടിരുന്നു. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് ദീപ്തി. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവൻ കളയാനും തയ്യാറാണ്. വരുണിന്റെ വാക്കുകൾ കേട്ട് ദീപ്തിയുടെ മനസ്സ് ചാഞ്ചാടാൻ തുടങ്ങി. തന്റെ മരണം കൊണ്ട് മാത്രമേ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയൂ എന്ന് അവൻ കരഞ്ഞു പറയുന്നതോടുകൂടെ തന്നെ അവളുടെ ദേഷ്യമെല്ലാം തന്നെ അഴിഞ്ഞുപോയി. ഒന്നും പറയാനാവാതെ അവൾ ഫോൺ വെക്കുമ്പോൾ വരുൺ ജയിച്ച ചിരിയോടുകൂടെ തന്നെ നിൽക്കുന്നു. എന്റെ വലയിൽ നിന്നും നീ ഒരിക്കലും രക്ഷപ്പെടില്ല മോളെ എന്നൊക്കെ സ്വയം പറഞ്ഞു കൊടുത്തിനെ വരുൺ അട്ടഹസിച്ച് ചിരിക്കാണ്. അടുത്ത ദിവസം കോടതിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വേദ. വിക്രമും വീട്ടുകാരും സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുമ്പോൾ വേദക്കൊരു കോൾ വന്നു. ചക്രപാണി സാറിന്റെ വീട്ടിൽ പോയി ചില ഫയലുകളൊക്കെ എടുക്കാനുണ്ടെന്നും അതിനുശേഷം കോടതിയിലേക്ക് പോവാനുണ്ടെന്നും വേദ വിക്രമിനോട് പറഞ്ഞു. ഒറ്റക്ക് പോകണ്ട എന്നും താനും കൂടെ വരാമെന്നും വിക്രം പറഞ്ഞു. ക്ഷേത്രത്തിൽ പോയി തൊഴാമെന്ന ഉദ്ദേശത്തോടെ വിക്രം വേദക്കൊപ്പം പോവാൻ തയ്യാറെടുത്തു. ഈ സമയം വരുൺ വാസവനോട് സഹായം അഭ്യർത്ഥിക്കുന്നു. വേദയെ എങ്ങനെയെങ്കിലും തന്റെ കൈകളിൽ എത്തിക്കണമെന്ന് അവൻ ആവശ്യപ്പെടുന്നു. വാസവൻ ഉടനെ തന്നെ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിനെ വിളിച്ചു. നാളത്തെ കേസിന്റെ കാര്യം സംസാരിക്കാനല്ല, മറിച്ച് ശ്രീനിവാസന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനാണ് വിളിച്ചതെന്ന് വാസവൻ പറഞ്ഞു. വേദ നാളെ കോടതിയിലേക്ക് എത്താതിരിക്കാൻ താൻ സഹായിക്കാമെന്നും പകരമായി ഒരു ചെറിയ സഹായം ശ്രീനിവാസൻ ചെയ്യണമെന്നും വാസവൻ ആവശ്യപ്പെട്ടു.
വിക്രമിനെ കുറച്ച് മണിക്കൂറുകൾ ശ്രീനിവാസന്റെ കൂടെ പിടിച്ചു നിർത്തണം, അത്രമാത്രം. വേദക്കെതിരെ എന്തോ വലിയ ചതി ഒരുങ്ങുന്നുണ്ടെന്ന് ശ്രീനിവാസന് മനസ്സിലായി. എന്നാൽ സ്വന്തം രക്ഷ മാത്രം നോക്കുന്ന ശ്രീനിവാസൻ വിക്രമിനെ ഒഴിവാക്കി കൊടുക്കാൻ സമ്മതിക്കുന്നു. ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാവൂ എന്ന വാസവന്റെ നിബന്ധന ശ്രീനിവാസൻ അംഗീകരിച്ചു. അങ്ങനെ താൻ ദൈവത്തെ പോലെ കാണുന്ന വിക്രമിനെ സ്വന്തം കാര്യലാഭത്തിനായി ശ്രീനിവാസൻ ഒറ്റിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വിക്രമും വേദയും ഓട്ടോറിക്ഷയിൽ ചക്രപാണി സാറിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പാതി വഴിയിൽ വെച്ച് ശ്രീനിവാസൻ വിക്രമിനെ വിളിച്ചു. അത്യാവശ്യമായി വീട്ടിലേക്ക് വരണമെന്നും വന്നേ തീരൂ എന്നും അദ്ദേഹം നിർബന്ധിച്ചു. എന്താണ് കാര്യമെന്ന് വിക്രം ചോദിച്ചുവെങ്കിലും നേരിട്ട് വരാൻ പറഞ്ഞ് ശ്രീനിവാസൻ സാറ് ഫോൺ കട്ട് ചെയ്തു. വിക്രമിന് അത് നിരസിക്കാൻ കഴിയില്ലെന്ന് വേദക്കും അറിയാം. എന്തിനാണ് ഇത്ര അർജന്റായി വിളിക്കുന്നത് എന്ന് വേദ സംശയം പ്രകടിപ്പിച്ചു. വെറുതെ വിളിക്കുന്നതൊന്നുമല്ല, എന്തോ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിക്രം പോകാൻ തുനിഞ്ഞു. വേദക്കതിൽ വിഷമം തോന്നുന്നുണ്ട്. താൻ ഓട്ടോ വിളിച്ചു പോയിക്കൊള്ളാമെന്ന് വേദ പറയും. മനസ്സിലാ മനസ്സോടെ വിക്രം അവിടെ നിന്നും ശ്രീനിവാസൻ സാറിന്റെ അടുത്തേക്ക് പോകുന്നു. വേദ ഒറ്റയ്ക്ക് ഓട്ടോയിൽ യാത്ര തുടർന്നു. പക്ഷേ വഴിയിൽ പതുങ്ങിയിരുന്ന അപകടമൊന്നും തന്നെ വേദ അറിഞ്ഞില്ല. വരുണും ഗുണ്ടകളും വേദയെ തട്ടിക്കൊണ്ടുപോവാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം ബൈക്കിൽ പോകുന്നതും കണ്ടുകൊണ്ട് തന്നെ വരുൺ അവിടെ ഒളിച്ചിരിക്കുന്നു. വിക്രമിനെന്തോ ഒരു പന്തികേട് തോന്നുന്നുവെങ്കിലും അവൻ അത് ശ്രദ്ധിക്കാതെ അവിടെ നിന്നും പോയി. വിക്രം അവിടെ നിന്നും പോയ ഉടനെ തന്നെ വരുണിന്റെ നിർദ്ദേശപ്രകാരം ഗുണ്ടകൾ ഓട്ടോ എടുത്ത് അവളെ ബലമായി തന്നെ പിടിച്ചു വണ്ടിയിലേക്ക് കയറ്റുന്നു. ഇന്നത്തോടെ നീ എന്റെ കഥ അങ്ങ് കഴിഞ്ഞു എന്ന് കരുതിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊടുത്തിനെ വരുൺ വേദയോട് നോക്കി അട്ടഹസിച്ച് ചിരിക്കും. തന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല എന്നും അവൻ അവളെ വെല്ലുവിളിച്ചു. വരുൺ വേദയെ ഒരു വലിയ ഗോഡൌണിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവൻ തന്റെ ക്രൂരമായ പദ്ധതികളെല്ലാം വെളിപ്പെടുത്തി. വേദയെ ഇഞ്ചിഞ്ചായി ഉപദ്രവിക്കുമെന്നും അത് ക്യാമറയിൽ പകർത്തി നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുമെന്നും അവൻ ഭീഷണിപ്പെടുത്തി. നിന്റെ വിക്രം ഇനി ഒരിക്കലും നിന്നെ രക്ഷിക്കാൻ വരില്ല, അവൻ ഇപ്പോൾ ശ്രീനിവാസൻ സാറിന്റെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞ് അവൻ ക്രൂരമായി അങ്ങ് ചിരിച്ചു. ഇതേ സമയം ശ്രീനിവാസന്റെ വീട്ടിലെത്തിയ വിക്രം ആകെ അസ്വസ്ഥനാണ്. വേദയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന കാര്യം ചക്രവാണി സാർ വിക്രമിനെ അറിയിക്കുന്നു. അന്നേരം വേദ അപകടത്തിലാണെന്ന് വിക്രമിന്റെ മനസ്സ് പറയുന്നു. ശ്രീനിവാസൻ സാറിനോടായിട്ട് വിക്രം പറയുന്നുണ്ട്, എനിക്ക് പോകണം സാർ. വേദ അവിടെ എത്തിയിട്ടില്ല എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് എങ്കിലും ശ്രീനിവാസൻ സാർ അവനെ തടയാൻ നോക്കുന്നു. എന്നാൽ എന്തോ ചതി മണത്തറിഞ്ഞ വിക്രം ശ്രീനിവാസന്റെ വാക്കുകളെല്ലാം അവഗണിച്ചു കൊടുത്തിന് അവിടെ നിന്നും ഇറങ്ങി. വിക്രം വരുന്ന വഴിയിൽ വെച്ച് കണ്ട ആ ഒരു വാനും അതുപോലെ തന്നെ വരുണിനെ പോലെ തോന്നിച്ച ആ ഒരു രൂപവും വിക്രമിന്റെ ഓർമ്മയിലേക്ക് വരുന്നു. വിക്രം തന്റെ സുഹൃത്തുക്കളെയും കൂട്ടി വരുൺ നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അരിച്ചു പെറുക്കി. ഗോഡൌണിൽ വെച്ച് വരുൺ വേദയോട് അപമര്യാദയായി പെരുമാറാൻ തുടങ്ങുന്നു. വേദ അവന്റെ മുഖത്ത് തുപ്പുന്നുണ്ട് എങ്കിലും ദേഷ്യം വന്ന വരുൺ അവളെ ക്രൂരമായി മർദ്ദിച്ചു. അവസാനം വേദയുടെ വസ്ത്രങ്ങളിൽ പോലും വരുൺ കൈവെക്കാൻ ശ്രമിക്കുമ്പോൾ പുറത്തുനിന്നും വിക്രമിന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ടു. വിക്രം ആ വാന് തിരിച്ചറിഞ്ഞിരുന്നു. ഇതാണോ ആ വണ്ടി? വേദയുടെ കാണുമെന്ന് വിക്രം മനസ്സിൽ ഉറപ്പിച്ചു. അവർ നേരെ ഗോഡൌണിലേക്ക് ഇരിച്ചു കയറി. വേദയെ ഉപദ്രവിക്കുന്ന വരുണിനെ കണ്ട് വിക്രമിന്റെ നിയന്ത്രണം വിട്ടു. ശബരിമല വ്രതത്തിലായതുകൊണ്ട് തന്നെ വിക്രമിനെ തടഞ്ഞ് അവന്റെ സുഹൃത്തുക്കളായ അജിത്തും ജോസഫും മറ്റുള്ളവരെല്ലാവരും ചേർന്ന് വരുണിനെയും ഗുണ്ടകളെയും നേരിട്ടു. അടി തെറ്റുമെന്ന് കണ്ട വരുൺ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഭയന്ന് വിറച്ച വേദ വിക്രമിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. വേദയുടെ നെറ്റിയിലെ മുറിവും അവളുടെ അവസ്ഥയും കണ്ട് വിക്രം ആകെ വികാരഭരിതനായി നിൽക്കുന്നു. അങ്ങനെ വരാനിരിക്കുന്ന വലിയൊരു ചതിയിൽ നിന്നും തന്നെ വേദയെ വിക്രം അതിസാഹസമായി രക്ഷിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ കേട്ടോ ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് നല്ല അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.